എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മലയാളവും ഇംഗ്ലീഷും 13 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, 13 ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവലിൻ്റെ ഇതുവരെ 2021 മുതൽ 25 വരെ നടന്ന 13 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്നറിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. ഇന്ന് നമ്മൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക്സിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും മാത്തമാറ്റിക്സും നല്ല രീതിയിൽ നോക്കുക. 50 മാർക്കാണ് അതിന് ടോട്ടലായിട്ടുള്ളത്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളാണ് അല്ലേ. ഇക്കണോമിക്സ് അതിൽ വരുന്നതാണ്, സിവിക്സ്, ഇക്കണോമിക്സ് ഒക്കെ. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ പഠിച്ച് വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത് പഠിക്കാവുന്നതാണ്. ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. അത്രയും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്പെസിഫൈ ചെയ്ത് ഏതൊക്കെയാണ് PSC എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്ക് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും. ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ സെപ്പറേറ്റ് ടൈം അതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട വരില്ല. ഇക്കണോമിക്സിൽ ഇത് നമ്മൾ ഏറ്റവും 2021 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 075/2021 കേട്ടോ. നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇക്കണോമിക്സിൻ്റെ. എന്താണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏതാണ് ആൻസർ വരുന്നത്? അതായത് GDPയുടെ ഘടക ചിലവ്. മലയാളത്തിൽ പറയുമ്പോൾ GDPയുടെ ഘടക ചിലവ്. ഇംഗ്ലീഷ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ പഠിക്കുക കേട്ടോ. നമുക്കറിയാമല്ലേ, ഡിഗ്രി ആകുമ്പോൾ ഇംഗ്ലീഷാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇംഗ്ലീഷാണ് അവരെടുക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ്? ഓപ്ഷൻ എ GDP അറ്റ് MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് GDP MPയിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിന് എന്ത് പറയും? അറ്റ പരോക്ഷ നികുതി എന്ന് പറയും അല്ലേ. അറ്റ പരോക്ഷ നികുതി, പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതി നമ്മൾ എന്ത് ചെയ്യുന്നു? GDP MPയിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം നിർമ്മിക്കാൻ ചിലവാകുന്ന തുകയുണ്ടല്ലോ, അതിനെയാണ് ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കടയിൽ വിൽക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഈ സർക്കാരൊക്കെ ചുമത്തിയ നികുതികളുണ്ടല്ലോ അത് കുറയ്ക്കുകയും പിന്നെ എന്തെങ്കിലും സബ്സിഡി അവർ നൽകുന്നുണ്ട്, സർക്കാർ നൽകുന്ന സബ്സിഡി കൂട്ടുകയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ഓക്കെ, അപ്പം ഒരു സാധനം നിർമ്മിക്കാൻ ചിലവാകുന്ന തുകയാണ് ഫാക്ടർ കോസ്റ്റ്. കടയിൽ വിൽക്കുന്ന ചിലവിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് MP എന്ന് പറയുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നോക്കി, രണ്ടാമത്തെ ഓപ്ഷൻ GDP അറ്റ് MP. GDP MPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ, GDPയിൽ നിന്ന് തേയ്മാനം അല്ലേ, ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് NDP ആണ് കേട്ടോ കിട്ടുന്നത്. GDPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് ഏത് കിട്ടും? NDP ആണ് കിട്ടുന്നത്, NDP. ഇനി GDP അറ്റ് MP, അതായത് GDP MP പ്ലസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് നികുതി കൂട്ടിയാൽ അവിടെ എന്താ നമുക്ക് കിട്ടുക? മാർക്കറ്റ് പ്രൈസ് ആണ്. ഫാക്ടർ കോസ്റ്റ് അല്ല, മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ കിട്ടുന്നത്. ദെൻ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. ഓപ്ഷൻ ബിയിൽ എന്താണ് പറയുന്നത്? GDP MPയുടെ കൂടെ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ NFI എന്ന് പറയും. അത് കൂട്ടിയാൽ നമുക്ക് GNP ആണ് ലഭിക്കുന്നത്. വിദേശ വരുമാനം കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന GNP ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാമല്ലോ. Among the factors of production, the passive ones include. Factors of productionൽ passive one, അതായത് നിഷ്ക്രിയ ഘടകങ്ങൾ ഏതെല്ലാം? ഓക്കെ, നിഷ്ക്രിയമായത് ഉൽപ്പാദന ഘടകങ്ങളെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ നിഷ്ക്രിയമായത് ഏതൊക്കെ? ഓപ്ഷൻസ് നോക്കിയാൽ ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ, ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ഏതാ വരിക? ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റലാണ് വരുന്നത് അല്ലേ. എങ്ങനെയാണ് അത് വരാൻ കാരണം? ഈ ഉൽപ്പാദന ഘടകങ്ങളെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സജീവം അല്ലേ. ആക്റ്റീവും ഉണ്ട്, പിന്നെ പാസീവും ഉണ്ട്. ആക്റ്റീവിൽ വരുന്നതാണ് ലേബറും അതോടൊപ്പം തന്നെ ഓൺട്രപ്രണർ. ലേബറും ഓൺട്രപ്രണറും
ആക്റ്റീവാണ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വയം പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ നിഷ്ക്രിയ ഘടകങ്ങൾ അല്ലെങ്കിൽ പാസീവ് ഫാക്ടേഴ്സാണ് ലാൻഡ്, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ്? അവർക്ക് മനുഷ്യപ്രയത്നം ഇല്ലാതെ സ്വയം പ്രവർത്തിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ലാൻഡും ക്യാപിറ്റലും അതുകൊണ്ടാണ് പാസീവായി മാറിയത്. ഇതിൽ ബാക്കി ഓപ്ഷനിൽ ലേബർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ലേബർ എന്ന് പറയുന്നത് നമുക്കറിയാം സജീവ ഘടകമാണ് അല്ലെങ്കിൽ ആക്റ്റീവാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി വരില്ല. രണ്ടും വരുന്നത് കൊണ്ടാണ് ഓപ്ഷൻ ഡി കറക്റ്റായത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following measures will reduce the supply of money in the economy? മണി സപ്ലൈ കുറയ്ക്കാനുള്ളതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിപണിയിലെ പണലഭ്യത. Which among the following measures will reduce the supply of money in the economy? അതായത് സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ വിപണിയിലെ പണലഭ്യത, മണി സപ്ലൈ കുറയ്ക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI, സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI, ബോറോയിങ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം RBI, നൺ ഓഫ് ദി അബോവ്. ഏതാ വരുന്നത്? ഇതിൽ മലയാളം പറഞ്ഞു പോകണോ? അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീനെ RBI വാങ്ങുന്നു, പിന്നെ സെക്യൂരിറ്റീനെ RBI വിൽക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ RBIയിൽ നിന്നുള്ള കടം വാങ്ങൽ, പിന്നെ ഇതൊന്നുമല്ല. അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. ഇതിൽ ഏതാ വരിക ആൻസർ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI. എന്തുകൊണ്ടാണ്? ഇവിടെ എന്താ നമ്മുടെ ചോദ്യം? റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി അല്ലേ. അതിനുള്ള മെഷേഴ്സ്, അതായത് പണലഭ്യത, മണി സപ്ലൈ കുറയ്ക്കാനുള്ള മാർഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI എന്ന് പറയുമ്പം RBIയുടെ കയ്യിലുള്ള ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ബോണ്ടൊക്കെ ഉണ്ടല്ലോ, അത് വിൽക്കുമ്പോൾ ബാങ്കുകളുടെയും ജനങ്ങളുടെയും കൈവശമുള്ള പണം എവിടേക്ക് ചെല്ലും? RBIയിലേക്ക് വരും അല്ലേ. അപ്പോൾ അത് എന്താണ്? പണത്തിൻ്റെ അളവ് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അത് എക്കണോമിക്സ് എല്ലാവർക്കും ടഫാന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. അതിനാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ്? RBI അവരുടെ കയ്യിലുള്ള ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ ബാങ്കുകളിലും ജനങ്ങളുടെയും കൈവശമുള്ള പണം എവിടേക്കാണ് എത്തുന്നത്? RBIയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ പണത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? വിപണിയിലുള്ള പണത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI ബോണ്ട് വാങ്ങുമ്പോൾ വിപണിയിലേക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയാവില്ല. പിന്നെ അതുപോലെ തന്നെ ബോറോയിങ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം RBIയിൽ നിന്ന് അവിടെ സർക്കാരിലേക്ക് പണം എടുക്കുകയാണ് ചെയ്യുന്നത്, കടമെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 19ാമത്തെ ചോദ്യം നോക്കാം. Which of the following is or are correct regarding the repo rate? റിപ്പോ റേറ്റിനെ പ്രതിപാദിച്ച് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. It is always lower than the bank rate. It is always higher than reverse repo rate. It focuses on short-term financial needs. No collateral is involved when it is charged. റിപ്പോ റേറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ബാങ്ക് റേറ്റിൽ കുറവാണ്. പിന്നെയോ റിവേഴ്സ് റിപ്പോനേക്കാളും കൂടുതലായിരിക്കും. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഈടാക്കുമ്പോൾ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടില്ല മലയാളത്തിൽ. റിപ്പോ റേറ്റായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള അല്ലേ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 3 നമുക്ക് നോക്കാം. 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ബാങ്ക് റേറ്റ്, അതായത് ബാങ്ക് റേറ്റിനേക്കാളും കുറവായിരിക്കും. പിന്നെയോ റിവേഴ്സ് റിപ്പോനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ പറയുന്നത് ഇത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സിനാണ് അല്ലേ, ഹ്രസ്വകാല ആവശ്യങ്ങൾക്കുള്ള വായ്പയാണ്. ഏത്? നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി എന്തുകൊണ്ടാണ് തെറ്റാവാൻ കാരണം? ഇവിടെ നോക്കൂ, നോ കൊളാറ്ററൽ ഈസ് ഇൻവോൾവ് വെൻ ഇറ്റ് ഈസ് ചാർജഡ് എന്നാണ് പറയുന്നത്. പക്ഷേ റെപ്പോ വായ്പകൾ എടുക്കുമ്പോൾ നിർബന്ധമായും എന്ത് വേണം? കൊളാറ്ററൽ നൽകണം, ഗവൺമെൻറ്റിന് സെക്യൂരിറ്റികൾ നൽകണം. അപ്പോൾ നോ കൊളാറ്ററൽ എന്ന് പറയുന്ന പ്രസ്താവന ഇവിടെ തെറ്റാണ്. 20ാമത്തെ ചോദ്യം കൂടി നോക്കാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്നാൽ എന്താണ് ധനക്കമ്മി എന്ന് പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് പോവാമോ?
ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നതാണ്. അതായത് മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത് എന്നതാണ് കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം കൊടുത്തിരിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ മൊത്തം ചിലവിൽ നിന്നും കടമല്ലാത്ത വരുമാനം അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണിത്. അതായത് സർക്കാരിൻ്റെ മൊത്തം ചിലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കടമല്ലാത്ത വരുമാനം നോക്കി റവന്യൂ റെസീപ്റ്റ്സും അതോടൊപ്പം തന്നെ നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? സർക്കാരിന് ഏകദേശം ഒരു വർഷം എത്ര രൂപ കടമെടുക്കേണ്ടി വരും എന്നതൊക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസീപ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് റവന്യൂ കമ്മിയാണ് സൂചിപ്പിക്കുന്നത്, പക്ഷേ ടോട്ടൽ അല്ല അല്ലേ. ഇനി റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഓപ്ഷൻ സി എന്താണ്? റവന്യൂ കമ്മിയിൽ നിന്ന് പലിശ കുറച്ചാൽ ലഭിക്കുന്നത് പ്രൈമറി ഡെഫിസിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതും കറക്റ്റ് അല്ല. പിന്നെ പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്? മൊത്ത വരുമാനത്തിൽ വായ്പകളൊക്കെ ഉൾപ്പെടുമല്ലോ. അപ്പോൾ അത് കുറച്ചാൽ കമ്മി എപ്പോഴും പൂജ്യമായി പോകും. അതിനാലാണ് നമ്മൾ എന്തെടുക്കുന്നത്? നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എടുക്കുന്നത്. അങ്ങനെയാണ് ഓപ്ഷൻ സി വരുന്നത്. ഓപ്ഷൻ ബി ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് കറക്റ്റ് ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 09/6/2021. ഓക്കെ, അതിൽ ഇക്കണോമിക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത് എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് കേട്ടോ നമുക്കുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് റിലേറ്റഡ് ടു ദ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 ആർ കറക്റ്റ്? എന്തിനെ പറ്റിയിട്ടാണ്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2023. അതിൽ കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് 2023 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? നമുക്ക് വായിച്ചു നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ടു ബി റെഡ്യൂസ് ടു 5% ഓഫ് GDP, കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്, ദെൻ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഇൻ ഫിസ്ക്കൽ ഓപ്പറേഷൻ. ഇതൊക്കെയാണ് പറയുന്നത്. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. പിന്നെയോ റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഇങ്ങനെ 3 എണ്ണമാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് കേട്ടോ. നിങ്ങൾക്കിത് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അല്ലേ, ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പല ചാനലുകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ക്ലാസ് കേൾക്കുവാണെങ്കിൽ കുറച്ചും കൂടി എവിടെയൊക്കെയാണ് തെറ്റിയത് എന്തെങ്കിലും പഠിച്ചവർക്ക് കേട്ടോ. എക്കണോമിക്സ് കാര്യമായിട്ട് നോക്കിയവരാണെങ്കിലാണ് അങ്ങനെ നോക്കിയിട്ട് കാര്യമുള്ളൂ. പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ക്ലാസ് തന്നെ കണ്ടു പഠിച്ചോളൂ. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ ഐഡിയ കിട്ടും. നമ്മൾ 13 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേക്കും എക്കണോമിക്സിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ് പോയിൻ്റ്, ഏതൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പഠിച്ചാലും കുറച്ചും കൂടി കിട്ടും കേട്ടോ. പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? 2ഉം 3ഉം ശരിയാണ്. നമുക്ക് നോക്കാം അല്ലേ, എന്താണ് 2ഉം 3ഉം ശരിയാണെന്ന് പറയാൻ കാരണം? 2ൽ എന്താണ് പറയുന്നത്? കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് എന്തിൻ്റെ ലക്ഷ്യമായിരുന്നു? FRBMA, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇനി 3ാമതോ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഇൻ ഫിസ്ക്കൽ ഓപ്പറേഷൻ, സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്? സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2003 ഈ നിയമം കൊണ്ടുവന്നത്. എന്താണ്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 കേട്ടോ. ഇനി ഒന്നാമത്തേത് എന്താണ് തെറ്റാവാൻ കാരണം? ഇവിടെ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5% കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കേട്ടോ. അതാണ് അവിടെ തെറ്റിപ്പോയത്. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. NNP FC കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. NNP FC നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. NNP MP തന്നിട്ടുണ്ട് 5000 കോടി, ഇൻഡയറക്റ്റ് ടാക്സ് 400 കോടി, സബ്സിഡി 200 കോടി. എന്താ നമുക്ക് കാണേണ്ടത്? NNP FC ആണ് കാണേണ്ടത്. NNP FC കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? NNP MPയിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് സബ്സിഡി കൂട്ടണം.
ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ എഫ് സി, ഏറ്റവും ആദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ GDP എഫ് സി GDP MB കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതെന്താണ്, NNP എഫ് സി കാണാൻ NNP MB ആയ 5000. എങ്ങനെ ചെയ്യാം, നമ്മുടെ NNP MP എത്രയാണ്, MP 5000. 5000-ൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സായ 400 കുറയ്ക്കുകയും സബ്സിഡിയായ 200 കൂട്ടുകയും ചെയ്യുക. അപ്പോൾ 5200 അല്ലേ, 5200-ൽ നിന്ന് 400 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 4800 എന്ന് കിട്ടും. 4800 കോടി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, 4800 കോടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാമല്ലോ. 18ാമത്തെ ചോദ്യം. The major instruments used by the Reserve Bank of India to control ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് RBIയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. നോക്കാം ഏതൊക്കെയാണ്. ബാങ്ക് റേറ്റ്, പിന്നെന്താ പറയുന്നത്, വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്, അതായത് CRRഉം SLRഉം, വേരിയബിൾ റിസർവ് ആവശ്യങ്ങളിലുള്ള, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, തുറന്ന വിപണി പദ്ധതികൾ. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്, RBIക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ, എല്ലാം വരും. ഓപ്ഷൻ എ എല്ലാം വരും, ഓൾ ആർ കറക്റ്റാണ് വരുന്നത്. അതായത് നമ്മുടെ വിപണിയിൽ പണലഭ്യതയും ബാങ്കുകൾ നൽകുന്ന വായ്പയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്നതാണ് ഈ ബാങ്ക് റേറ്റ്, SLRഉം CRRഉം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബാങ്കുകൾക്ക് RBI നൽകുന്ന ദീർഘകാല വായ്പകളുടെ പലിശയാണിത്. ബാങ്കുകൾക്ക് RBI നൽകുന്നതാണ് ബാങ്ക് റേറ്റ്. ഇനി റിസർവ് റിക്വയർമെൻറ്റ് വരുന്ന CRRഉം SLRഉം, അത് ബാങ്കുകൾ കൈവശം വയ്ക്കേണ്ട കരുതൽ ധനമാണ് അല്ലേ. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അത് ബാങ്കുകൾ കൈവശം വയ്ക്കേണ്ട നിർബന്ധിത കരുതൽ ധനമാണ്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇത് മൂന്നും നമ്മുടെ ക്രെഡിറ്റ് കൺട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കടം നിയന്ത്രിക്കാൻ വേണ്ടി, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്. അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസർ. ദെൻ അടുത്തതിലേക്ക് പോവാം. Among the major objectives of some 5-year plans in India, which one is in a correct ascending or chronological order? എന്താ പറഞ്ഞിട്ടുള്ളത്, പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് കാലഗണനാ ക്രമത്തിൽ. ആൻസർ നമുക്ക് നോക്കിയിട്ട് പോയാൽ പോരെ. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3, 2, 4, 1. 3 എന്ന് പറയുന്നത് ഏതാണ്, കൃഷി വികസനം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് 1-ാം പദ്ധതിയിൽ വരുന്നതാണ്. ഏതാണ് അപ്പോൾ വർഷം വരിക, 51 മുതൽ 56 വരെ 1-ൽ വരുന്നതാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. പിന്നെ ഉള്ളത് എന്താണ്, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ, അതായത് വ്യവസായവൽക്കരണം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം 2-ാം പദ്ധതിയിൽ വരുന്നതാണ്, 1956 മുതൽ 61 വരെ. പിന്നെ 4-ാമത്തെ പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്, അത് 5-ാമത്തെ പദ്ധതി 1974-78 അത് വരുന്നത്. അവസാനം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത് എത്രാമത്തെ, 11-ാമത്തെ പദ്ധതിയിൽ വരുന്നതാണ്, 11. അത് 2007 മുതൽ 2012 വരെ. അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, സി ഡിലീറ്റ് ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എയും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ബിയും ഡിയും തമ്മിൽ നോക്കിയാൽ മതി. ബിയും ഡിയും തമ്മിൽ നോക്കുമ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് 1-ാമത്തേലും റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു, അതായത് വ്യവസായവൽക്കരണമായിരുന്നു 2-ാമത്തെ പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്ഷൻ ബിയിലേക്ക് പോകാൻ സാധിക്കും. എപ്പോഴും എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ എപ്പോഴും എലിമിനേഷൻ ടെക്നിക്കായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നത്. 20-ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്, Nobel Prize for Economics in 2020 was awarded to Paul R. Milgrom and Robert B. Wilson for their contribution in. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2020 എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിരുന്നത് പോൾ ആറിനും അതോടൊപ്പം തന്നെ റോബർട്ട് ബിക്കുമാണ്. എന്തിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ആൻസർ വന്നിരുന്നത്. ഓപ്ഷൻ എ ആണ്. എന്താണ്, ഇംപ്രൂവ്മെൻറ്റ്സ് ടു ഓപ്ഷൻ തിയറി ആൻഡ് ഇൻവെൻഷൻസ് ഓഫ് ന്യൂ ഓപ്ഷൻ ഫോർമാറ്റ്. ഓക്കെ, പോൾ ആർ മിൽഗ്രത്തിനും റോബർട്ട് ബി വിൽസണും
എന്തിന്? ഓപ്ഷൻ തിയറി, ലേല സിദ്ധാന്തത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങൾക്കാണ് നോബൽ സമ്മാനം കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കി ഓപ്ഷൻസ് നോക്കണ്ടല്ലോ. ഇല്ല, ബിഹേവിയറൽ എക്കണോമിക്സിനൊക്കെ 2017 റിച്ചാർഡ് താലറിനൊക്കെ കിട്ടിയത്. അത് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും പുതിയത് ഒരു 2 വർഷത്തെ 25 കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനിയും 101/2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റേജ് 1 നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ആദ്യം? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്. എന്താണ്? 1 ജൂലൈ 2017. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് വേറെ ഒന്നുമില്ല, അറിയാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. RBI has the monopoly power of issue of notes and coins of all denominations in India. Then RBI keeps and manages the foreign exchange reserves of India. Open market operations are conducted by RBI via the sale and purchase of government securities. During inflation, RBI reduced the cash reserve ratio. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മളോടുള്ള ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്ക് വഴി നമുക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നോക്കി, ആദ്യത്തേത് എന്താ പറയുന്നത്? RBI has the monopoly power of issue of notes and coins of all denomination in India. നോട്ടുകൾ അച്ചടിക്കാനുള്ള കുത്തക അവകാശം RBIക്ക് ഉണ്ടെങ്കിലും 1 രൂപ നോട്ടും നാണയവും പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അപ്പം തന്നെ നമുക്കറിയാം അത് തെറ്റാണല്ലേ. അത് തെറ്റാണ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 വരുന്നത് നമുക്ക് ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എയും ബിയും നമുക്ക് പോയി. ദെൻ രണ്ടാമത് പറയുന്നത് നോക്കാം. RBI കീപ്സ് ആൻഡ് മാനേജസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കാത്തു സൂക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും RBI ആണ്. അത് കറക്റ്റാണ്, അത് ശരിയായിട്ടുള്ളതാണ്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ RBI വൈ ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി. അതും ശരിയാണ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടല്ലേ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണലഭ്യത നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI റെഡ്യൂസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? അതായത് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? പണപ്പെരുപ്പം അല്ലേ. പണപ്പെരുപ്പമുള്ളപ്പോൾ പണലഭ്യത കുറയ്ക്കാനായിട്ട് RBI എന്താ ചെയ്യുന്നത്? CRR വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റെഡ്യൂസ് ചെയ്യല്ല, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ തെറ്റിയത്. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 4 തെറ്റാണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇൻഫ്ലേഷൻ്റെ സമയത്ത് CRR എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇനിയും വരും ഇങ്ങനത്തെ തന്നെ ക്വസ്റ്റ്യൻസ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവിലെ ഏറ്റവും വലിയ ഇനം ഏതാണ്? ഏതാ വരിക? ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. ഓപ്ഷന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതായത് സർക്കാർ മുന്നേ എടുത്ത വായ്പകളുടെയൊക്കെ പലിശ തിരിച്ചടവ്, അതാണ് ഏറ്റവും കൂടുതൽ ചെലവിനമായിട്ട് വരുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Direct taxes are those taxes in which impact is on one person and incidence on the other person. Then indirect taxes are those taxes in which impact and incidence are on the same person. The burden of indirect tax can be shifted. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസിനെ പറ്റിയിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? മൂന്നാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി, ഓൺലി 3 ആണ്. ബാക്കി എന്താ തെറ്റ് നോക്കാം. ഡയറക്റ്റ് ടാക്സിന് എന്താണ് തെറ്റ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ ആൾ തന്നെ വഹിക്കണം അല്ലേ. നമ്മുടെ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരുന്നത് ഇമ്പാക്റ്റ് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഓൺ ദ അതർ പേഴ്സൺ. അത് തെറ്റാണ്. ഇമ്പാക്റ്റും ഇൻസിഡൻസും അല്ലേ, ആ നികുതിയുടെ ആഘാതവും അതിൻ്റെ ഭാരവും ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരേ ആൾ തന്നെ വഹിക്കേണ്ടതാണ് ഡയറക്റ്റ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിലാണെങ്കിലാണ് എങ്ങനെ അത് ഡിഫറെൻറ്റ് പേഴ്സൺ ആകുന്നത്. ഡയറക്റ്റ് ടാക്സിൽ അത് വ്യത്യസ്ത ആളുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഓക്കെ അപ്പോൾ മൂന്നാമത്തത് ശരിയാണ്. എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കൈമാറാൻ വേണ്ടിയിട്ട്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ GST ഒക്കെ ഉണ്ടല്ലോ.
ഒരു എന്താണ് ഇപ്പോൾ ഒരു സെല്ലറിന് അയാൾ അടയ്ക്കേണ്ട GST ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നു. അതൊക്കെ ഏതാണ്? ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. അപ്പോൾ ദ ബർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ക്യാൻ ബി ഷിഫ്റ്റഡ് എന്നുള്ളത് കറക്റ്റാണ്. അത് മാത്രമേ ഇവിടെ കറക്റ്റായിട്ടുള്ളൂ. അടുത്ത ചോദ്യം 20ാമത്തെ. Which 5-year plan for the first time actually addressed the issue of removal of poverty as the prime objective? Poverty, removal of poverty ഏതിലാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ? അതായി റിലേറ്റ് ചെയ്ത് തന്നെ വന്നതാണ്. ഇതിലാണ് 5th 5-year പ്ലാനിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. 5th 5-year പ്ലാൻ 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അത് 74-78 അതിലാണ്. ഏത് നമ്മുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, ഗരീബി ഹട്ടാവോ അല്ലേ? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് ഈ റിമൂവൽ ഓഫ് പോവർട്ടി അതിന് കൂടുതൽ മുൻഗണന നൽകിയത്. 1ാം പദ്ധതിയിൽ കൃഷി, 2ാം പദ്ധതി ഏതായിരുന്നു? വ്യവസായമായിരുന്നു അല്ലേ? 4ാം പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു ലക്ഷ്യമായിരുന്നെങ്കിൽ അവിടെ പ്രധാന ലക്ഷ്യമായിട്ട് 5ാം പദ്ധതിയിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി 5th 5-year പ്ലാൻ മാറിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? 116/2022 ആണ്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വിച്ച് ഈസ് ഓർ ആർ ട്രൂ ഫോർ ട്രഷറി ബിൽസ് ഇൻ ഇന്ത്യ? ട്രഷറി ബില്ലുകളെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത്. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം എന്തൊക്കെയാണെന്ന്. ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ട്രഷറി ബിൽസ് ആർ ലെസ് ലിക്വിഡ് കമ്പയർഡ് ടു കോൾ ലോൺസ്. ഓൺലി സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ട്രഷറി ബിൽസ്. ട്രഷറി ബിൽസ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബൈ ബാങ്ക്സ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ട്രഷറി ബില്ല് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നു. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ട്രഷറി ബില്ല് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ 1 കറക്റ്റ് ആണെങ്കിൽ 3 തെറ്റായിരിക്കും, 3 കറക്റ്റ് ആണെങ്കിൽ 1 തെറ്റായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതാദ്യം നമ്മൾ ഏതാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് എന്താണ് ആൻസർ ആദ്യം നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 3ഉമാണ്. ഓക്കെ, 1ാമത്തെ അപ്പോൾ തെറ്റാണ്. എന്താണ്? ട്രഷറി ബിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരുകളല്ല. 3ാമത്തെ ശരിയായത് കൊണ്ട് നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ട്രഷറി ബില്ല് പുറത്തിറക്കാൻ അധികാരമുള്ളൂ. സംസ്ഥാന സർക്കാർക്ക് അധികാരമില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമില്ല. അപ്പോൾ അതാണ് 1ാമത്തേത് തെറ്റിയത്, 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രഷറി ബിൽസ് ആർ ലെസ് ലിക്വിഡ് കമ്പയർഡ് ടു കോൾ ലോൺസ് എന്നാണ് പറയുന്നത്. കോൾ ലോണിനെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. അത് എന്താണ്? താരതമ്യേന നമ്മൾ കോൾ മണി അല്ലേ? കോൾ മണി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള വായ്പയാണ്. അത് ട്രഷറി ബില്ലുകളേക്കാൾ, ട്രഷറി ബില്ലെന്ന് പറയുമ്പോൾ 91 ദിവസം, 182 ദിവസം, 364 ദിവസമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലിക്വിഡ് ഏതാണ്? കോൾ മണിയാണ്. നോക്കി, ട്രഷറി ബിൽസ് ആർ ലെസ് ലിക്വിഡ് കമ്പയർഡ് ടു കോൾ ലോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. എളുപ്പത്തിൽ പണമാക്കാൻ പറ്റുന്നത് ഏതാണ്? കോൾ മണി. അതൊരു ദിവസത്തേക്കൊക്കെ മാത്രമുള്ളതാണ്. ഇനി 3ാമത്തെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, സെൻട്രൽ ഗവൺമെൻറ്റാണ് ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ട്രഷറി ബിൽസ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ SLR ബൈ ബാങ്ക്സ്. ബാങ്കുകൾക്ക് തങ്ങളുടെ SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സൂക്ഷിക്കുന്നതിനായി ട്രഷറി ബില്ല് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും എന്താണ്? ഉപയോഗിക്കാം. ട്രഷറി ബിൽസ് ആർ എലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബൈ ബാങ്ക്സ്. ട്രഷറി ബില്ല് ബാങ്കുകൾക്ക് SLR ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് അത് തെറ്റിയത്. ഓക്കെ, അടുത്തത് GDP@FC ഈസ് ഈക്വൽ ടു GDP/FC ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി NNP MP പ്ലസ് ഡിപ്രിസിയേഷൻ മൈനസ് NFIA, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വരുന്നത്. ഇത് FC ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. എന്താണ് നമ്മളോട് GDP/FC ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ചെയ്യുന്നത് NNPയിൽ നിന്ന് GDPയിലേക്ക്
NNPയിൽ നിന്ന് GDPയിലേക്ക്. അപ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NNP എന്ന് പറയുന്ന നെറ്റ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് മാറാൻ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഡിപ്രിസിയേഷൻ കൂട്ടുകയും അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്നുള്ള വരുമാനം കുറയ്ക്കുകയും വേണം. NNP നിന്ന് GDPയിലേക്ക്, NNP എന്ന് പറയുന്ന നെറ്റ് നാഷണൽ പ്രൊഡക്റ്റാണ്. NNPയിൽ നിന്ന് GDPയിലേക്ക് വരാൻ വേണ്ടി ഡിപ്രിസിയേഷൻ കൂട്ടുകയും NFIA കുറയ്ക്കുകയും വേണം. നോക്കി, പ്ലസ് ഡിപ്രിസിയേഷൻ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പ്ലസ് ഡിപ്രിസിയേഷൻ, NFIA എന്ത് ചെയ്തു? മൈനസ് ചെയ്തു, മൈനസ് NFIA. ഇനി MPയിൽ നിന്ന്, അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് മാറാൻ, എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നോക്കൂ, ഡിപ്രിസിയേഷൻ കൂട്ടണം, NFIAയും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? GDP FC എന്നുള്ളത് കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് MPയിൽ നിന്ന് FCയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ദെൻ NNPയിൽ നിന്ന് GDPയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ കൂട്ടുകയും NFIA കുറയ്ക്കുകയും ചെയ്യുന്നു. ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതായത് ഓപ്ഷൻ എയിൽ എന്താണ്? ഡിപ്രിസിയേഷൻ അവിടെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്, തെറ്റാണല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ സിയിൽ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്, അതും നേരെ ഓപ്പോസിറ്റാണ്. ദെൻ ഓപ്ഷൻ ഡിയിൽ GNPയിൽ നിന്ന് NFIA കുറയ്ക്കുന്നത്, ബാക്കിയൊക്കെ അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ടാക്സസ്? ഒപ്റ്റിമൽ മിശ്രണം അല്ലേ? ഒപ്റ്റിമൽ മിശ്രണം, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം. എന്താണ് ഒപ്റ്റിമൽ മിക്സ്? നികുതികളുടെ ഒപ്റ്റിമൽ മിക്സ് എന്നതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന നോക്കാം. It maximizes the tax revenue for the government. It leaves the tax revenue unchanged. It minimizes the excess burden due to taxation. It leaves the economy neutral in its effect. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. It minimizes the excess burden due to taxation. എന്താണ്? ഒരു സർക്കാരിന് വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ആ നികുതി ജനങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയോ മേൽ വലിയൊരു ഒരു ബർഡൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന രീതിയാണ് നമ്മൾ ഒപ്റ്റിമൽ മിക്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനിലും എന്താ പറയുന്നത്? ഇറ്റ് മാക്സിമൈസസ് ദ ടാക്സ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ്റും ഇറ്റ് ലീവ്സ് ദ ടാക്സ് റവന്യൂ അൺചേഞ്ച്ഡ് എന്നുമാണ് പറയുന്നത്. അതായത് വരുമാനം കൂട്ടുകയോ മാറ്റമില്ലാതെ നിർത്തുകയോ മാത്രമല്ല, അതിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ സാമ്പത്തിക ശേഷി തകർക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയേണ്ടത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റായിട്ട് വരുന്നത്. ഇറ്റ് മിനിമൈസസ് ദ എക്സസ് ബർഡൻ ഡ്യൂ ടു ടാക്സേഷൻ. അതാണ് ഒപ്റ്റിമൽ മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി എസ്റ്റിമേഷൻ ഓഫ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? എന്താണ് നോട്ട് ട്രൂ? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ പറ്റി? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തെ പറ്റിയിട്ട്. വ്യക്തിഗത പേഴ്സണൽ ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. It includes retained profit and excludes transfer payments. It includes transfer payments but exclude rent and interest. It includes personal tax but exclude transfer payment. It excludes personal tax and include transfer payment. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് നോക്കാം. ആൻസർ വരുന്നത് നോക്കാമല്ലോ. ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ വരുന്നത്. അതായത് 1, 2, 3 ശരിയാണ്. 1, 2, 3 തെറ്റാണ്. നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? 4ാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. എന്താണ് ഈ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നാൽ ഒരാൾക്ക് തൻ്റെ കയ്യിലുള്ള വരുമാനത്തിൽ നിന്നും നികുതിയൊക്കെ നൽകിയ ശേഷം ബാക്കി വരുന്ന തുകയാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ നമുക്കത് പേഴ്സണൽ ഇൻകത്തിൽ നിന്നിട്ട് എന്താണ് പേഴ്സണൽ ടാക്സും കുറയ്ക്കുകയും പിന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൂട്ടുകയും, അതായത് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് വരുന്നത് എന്താണ്? പ്രസ്താവന 4 മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. ഓക്കെ,
ഇറ്റ് എക്സ്ക്ലൂഡ് പേഴ്സണൽ ടാക്സ് ആൻഡ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. അതായത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണാൻ വേണ്ടി പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് കുറയ്ക്കുക. ഓക്കെ, അതാണ് ഇറ്റ് എക്സ്ക്ലൂഡ് പേഴ്സണൽ ടാക്സ്. പിന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടുകയും ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നോക്കാം. ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഓട്ടോണമസ് ലിക്വിഡിറ്റി റിലേറ്റഡ് ടു ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. എന്താണ്? ഓട്ടോണമസ് ലിക്വിഡിറ്റിയുമായി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകളും വായിച്ചു നോക്കാം. It consists of liquidity flows that flows to commercial bank without monetary policy action. It includes policy-induced flows from the RBI to scheduled commercial bank. It consists of central bank balance sheet flows that arise from regular central banking functions as currency authority. It is the sum of central bank balance sheet flows that arise out of money market operation. ഏതാണ് ഇതിൽ കറക്റ്റ് അല്ലാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം കറക്റ്റ് അല്ല. നമുക്ക് നോക്കാം. എന്താണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഓട്ടോണമസ് ലിക്വിഡിറ്റി AL ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഫുൾ ഫോം ഒക്കെ. ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്നാൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ബാങ്കുകളുടെയോ സ്വാഭാവികമായിട്ടുള്ള ഇടപാടുകൾ വഴി ഉണ്ടാകുന്ന പണലഭ്യതയാണ് പറയുന്നത്. RBIയുടെ പ്രത്യേക പോളിസി വഴിയൊന്നും ഉണ്ടാകുന്നതല്ല. സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ബാങ്കുകളുടെയോ ഇപ്പോൾ കറൻസി ഡിമാൻഡ്, അതൊക്കെയാണ് ഇത് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. RBIയുടെ പോളിസികൾ വഴി ഉണ്ടാകുന്നതല്ല ഇത്. ഓക്കെ, ഇനി ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് 1ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയൊന്ന് നോക്കിയാലോ. It consists of liquidity flows that flow to commercial bank without monetary action plan. നമ്മൾ പറഞ്ഞു അല്ലേ, RBIയുടെ പോളിസികൾ വഴിയൊന്നുമല്ലാതെ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വരുന്ന ആ ഫ്ലോ ലിക്വിഡിറ്റി ഫ്ലോയാണ്. ഇനി 3ൽ എന്താ പറയുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോ ദാറ്റ് അറൈസ് ഫ്രം റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ ആസ് കറൻസി അതോറിറ്റി. റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ കൊണ്ടുണ്ടാകുന്ന സെൻട്രൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ഫ്ലോ. അത് 2ഉം ശരിയാണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോസ് ഫ്രം ദ RBI ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ് പറയുന്നത്. ആണോ? അല്ല. RBI ആയിട്ട് അതിനൊരു ബന്ധവുമില്ല. അതായത് RBI ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ RBIയുടെ പ്രത്യേക പോളിസി വഴിയല്ല ഇതുണ്ടാവുന്നത്. ഇനി 4ാമത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ സം ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് മണി മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ഉണ്ടാകുന്ന ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയുടെ ഭാഗമാണ്. അത് ഈ ഓട്ടോണമസ് ലിക്വിഡിറ്റിയിലല്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? 127/2022 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 16ാമത്തെ ചോദ്യം മുതൽ നോക്കാം. NNP at FC ഈസ് ഈക്വൽ ടു NNP-FC ഫാക്ടർ കോസ്റ്റിലെ NNPക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. GNP-FC മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. ഓപ്ഷൻ ബി GNP-FC മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. ഗ്രോസിൽ നിന്ന് അല്ലേ NNPയിൽ നിന്ന് GNPയിലേക്ക് മാറണമെങ്കിൽ, അതായത് ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തേയ്മാനം കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെയോ FC, 2 ഭാഗത്തും ഇവിടെ FC ആണ് അല്ലേ. NNP-FCയിൽ നിന്ന് GNP-FCയിലേക്ക് മാറിയാൽ മതി. അതുകൊണ്ട് വേറെ മാറ്റമൊന്നും നമ്മൾ നോക്കണ്ട. എന്ത് നോക്കിയാൽ മതി? ഡിപ്രിസിയേഷൻ കുറയ്ക്കേണ്ടത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ NNP-FCയിൽ നിന്ന് NNP-FC എന്ന് വെച്ചാൽ എന്താണ്? GNP-FCയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. Then the Planning Commission of India was constituted in the year. Planning Commission എന്നാണ്? 1950. ഓപ്ഷൻ സി ആണ് അല്ലേ. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത്. ആദ്യ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 2015 ഇതിന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്.
Then, which 5-year plan adopted the Mahalanobis model for the investment pattern in India? ഇതാണ് സെക്കൻഡ് 5-year പ്ലാൻ ആണ് അല്ലേ. PC മഹലനോബിസ് അദ്ദേഹം തയ്യാറാക്കിയ ഒരു മോഡലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 61 വരെ ഉണ്ടായിരുന്നു അല്ലേ. അത് വ്യവസായവൽക്കരണവുമായിട്ടാണ് ആ പദ്ധതി കൂടുതൽ മുൻഗണന നൽകിയത്. ഇതിൽ ഒന്നാം പദ്ധതി ഏതായിരുന്നു? അത് ഹരോൾഡ് ഡോമർ മോഡൽ അല്ലേ. ഹരോൾഡ് ഡോമർ മോഡലായിരുന്നു കേട്ടോ, അത് ഓർത്ത് വയ്ക്കണേ. ദെൻ അടുത്തത് ബാങ്ക് റേറ്റ് എന്നാൽ എന്ത്? വാട്ട് ഈസ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നോക്കി, ഇറ്റ് ഈസ് ദ റീഡിസ്കൗണ്ടിങ് റേറ്റ് ദാറ്റ് RBI എക്സ്റ്റെൻഡ്സ് ടു ബാങ്ക് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാണിജ്യ ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യമാകുമ്പോൾ അവർ കൈവശം വച്ചിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റികളോ അല്ലെങ്കിൽ ബില്ലുകളോ വീണ്ടും എന്ത് ചെയ്യുക, റീഡിസ്കൗണ്ട് ചെയ്ത് വായ്പ നൽകാൻ വേണ്ടിയിട്ട് RBI ഈടാക്കുന്ന ഒരു പലിശ നിരക്കാണ്. ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു വായ്പയാണ് കേട്ടോ, ദീർഘകാലത്തേക്കുള്ള വായ്പയാണിത്. ഓപ്ഷൻ എ നോക്കിയേ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജഡ് ബൈ ബാങ്ക്സ് എഗെയിൻസ്റ്റ് ദെയർ ലോൺ എന്നാണ് പറയുന്നത്, തെറ്റാണ്. ദെൻ അടുത്ത് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ബാങ്ക് എഗെയിൻസ്റ്റ് ദ ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ്. അതായത് ബാങ്കുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് കിട്ടുന്നതിന് പലിശയായി കൊടുക്കുന്നു, അതും തെറ്റാണ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ഡിപ്പോസിറ്റ് ദാറ്റ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് RBI ആയിട്ട് അത് ക്യാഷ് റിസർവ് റേഷ്യോയ്ക്ക് ആയിട്ട് വെക്കേണ്ടതാണെന്ന് പറയുന്നു, അതും തെറ്റാണ്. ശരിക്കുള്ള എന്താണ്? ഇറ്റ് ഈസ് ദ റീഡിസ്കൗണ്ടിങ് റേറ്റ് ദാറ്റ് RBI എക്സ്റ്റെൻഡ് ടു ബാങ്ക് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി അല്ലേ. റീഡിസ്കൗണ്ടിങ് റേറ്റാണ് ഇത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 31/2023 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിങ് ദ കോവിഡ് പാൻഡമിക് 2019-21? 2023 നടന്ന പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തിനെ പറ്റിയിട്ടാണ്? കോവിഡ് പാൻഡമിക്കിൽ 2019-21 അതിൽ ഇന്ത്യൻ ഇക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന. ആദ്യം നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. 4 ഉണ്ട്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ഹാവ് ബീൻ ദ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ദ പാൻഡമിക്. ദെൻ ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റിമെയിൻഡ് ഇൻ സർപ്ലസ്. India's response has been an emphasis on demand management rather than reliance on supply side reforms. Then Indian economy is expected to witness a real GDP expansion. 4 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി. 1, 2, 4 ശരിയാണ്. നമുക്ക് നോക്കിയാലോ, എന്താണ് ഒന്നാമത്തേൽ പറയുന്നത്? കോവിഡ് കാലത്ത് നമ്മുടെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്കിടയിലും കാർഷിക മേഖല, അതായത് അഗ്രികൾച്ചറിൽ പോസിറ്റീവായിട്ടുള്ള വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വളർച്ച നിലനിർത്തി എന്ന് പറയുന്നു. അതിനാൽ ഏറ്റവും കുറഞ്ഞ ആഘാതം നേരിട്ട മേഖല ഏതാണ്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. നോക്കി, ഇനി ഒന്ന് വായിച്ചു നോക്കി. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ഹാവ് ബീൻ ദ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ദി പാൻഡമിക്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റിമെയിൻഡ് ഇൻ സർപ്ലസ്. 2020-21 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസിലായിരുന്നു, മിച്ചത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ആണോ? ഇറക്കുമതി കുറഞ്ഞതും വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിച്ചതും കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതും കറക്റ്റാണ്. ഇനി മൂന്നാമത് എന്താണ്? 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കിയിട്ട് 3ാമത്തേൽ പോകാം. 4ാമത്തെ കറക്റ്റാണ് അല്ലേ. നോക്കി, ഇന്ത്യൻ ഇക്കണോമി ഈസ് എക്സ്പെക്റ്റഡ് ടു വിറ്റ്നസ് എ റിയൽ GDP എക്സ്പാൻഷൻ. അതായത് 2021 GDP തകർച്ച നേരിട്ടെങ്കിലും തൊട്ടടുത്ത വർഷം 21-22 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ തിരിച്ചുവരവ് നടത്തും. ഓക്കെ, ഏകദേശം ഒരു 9.2 ഒക്കെയായിരുന്നു ഏകദേശം അവർ പറഞ്ഞിരുന്നത് GDP വളർച്ച. അങ്ങനെയൊക്കെ കൈവരിക്കും എന്നുമായിരുന്നു ഒരു പ്രതീക്ഷ, ഒരു എക്സ്പെക്റ്റഡ് എക്സ്പാൻഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കറക്റ്റാണ്. ഇനി എന്താണ് 3ാമത് തെറ്റാൻ കാരണം? 3ാമത്തേൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പാക്കേജുകൾ പ്രധാനമായും സപ്ലൈ സൈഡ് പരിഷ്കാരങ്ങളിലും നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിലുമാണ് ഊന്നൽ നൽകിയത്. വെറുമൊരു ഡിമാൻഡ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നില്ല ശരിക്കും ഇന്ത്യയുടെ രീതി. ഓക്കെ, ഇന്ത്യാസ് റെസ്പോൺസ് ഹാവ് ബീൻ ആൻ എംഫസിസ് ഓൺ ഡിമാൻഡ് മാനേജ്മെൻറ്റ് റാദർ ദാൻ റിലയൻസ് ഓൺ സപ്ലൈ സൈഡ് റിഫോം എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ.
പ്രധാനമായിട്ടും സപ്ലൈ സൈഡ് പരിഷ്കാരങ്ങളിൽ നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കാനൊക്കെയാണ് ഊന്നൽ നൽകിയത്, അല്ലാതെ ഒരു ഡിമാൻഡ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നില്ല. അടുത്ത ചോദ്യം, റിവേഴ്സ് റിപ്പോ റേറ്റ് റെഫേഴ്സ് ടു. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, അത് നമുക്ക് നോക്കാം. എന്താണ്? ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദി RBI absorbs liquidity on an overnight basis from banks against the collateral on eligible government security under the liquidity adjustment facility. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ബാങ്കുകളുടെ കൈവശമുള്ള അധിക പണം RBI നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പലിശ നിരക്കാണിത്. ബാങ്കുകൾ എന്ത് ചെയ്യും? RBIയിൽ പണം നിക്ഷേപിക്കും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ പലിശയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ, അതിൻ്റെ കീഴിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയുടെ കീഴിൽ എന്താണ്, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഈ കൊളാറ്ററലൊക്കെ ആയിട്ട് ഈടായി നൽകിക്കൊണ്ട് ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടി വായിച്ചു നോക്കി. ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദി RBI റിസർവ് ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഓൺ an overnight basis from bank against the collateral of eligible government security under the liquidity adjustment facility. ഇവിടെ ഫിക്സഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, സെയിം തന്നെയാണ്. അവിടെ ഫിക്സഡിന് പകരം എന്തായി, ഫ്ലെക്സിബിൾ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ RBI നൽകുന്ന ഫിക്സഡ് നിരക്കാണ് കേട്ടോ ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ബൈ ഓർ റീഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നു. ഇത് ശരിക്കും എന്താണ്? ഇത് ബാങ്ക് റേറ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, അല്ലേ? ദെൻ അടുത്തത് എന്താ പറയുന്നത്? ദ ഔട്ട്റൈറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഫോർ ഇൻജക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഡ്യൂറബിൾ ലിക്വിഡിറ്റി ആൻഡ് റെസ്പെക്റ്റീവ്ലി. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സിയിൽ സ്റ്റേറ്റ്മെൻറ്റ് സിയിൽ എന്താ പറയുന്നത്? അത് ബാങ്ക് റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് among the following is the largest item of revenue in the Union Budget 2022-23? ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഏതായിരുന്നു? ഓപ്ഷൻ ഡി, ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി ആയിരുന്നു കേട്ടോ. ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കി, ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ്. ലക്ഷ്യം അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നീതി ആയോഗ് എന്ന് പറയുമ്പം എന്താണ്, അത് പിന്തുടരുന്നത് ബോട്ടം അപ്പ് സമീപനമാണ്. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് പദ്ധതികൾ തുടങ്ങിയിട്ട് കേന്ദ്രത്തിലേക്ക് എത്തുന്ന രീതിയാണ്. ഈ ഒരു സെൻട്രൽ ലെവലിൽ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ രീതിയായിരുന്നു. ഇത് നേരെ അല്ലാത്ത രീതിയാണ്, ഗ്രാമങ്ങളിൽ നിന്നും തുടങ്ങി കേന്ദ്രത്തിലേക്ക്. നോക്കി, ടു ഡെവലപ്പ് മെക്കാനിസം ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദ സെൻട്രൽ ലെവൽ. ഇത് ഏതിൻ്റെ ആയിരുന്നു? ഇത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് തെറ്റ്. ബാക്കി ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കി. ശരിയായിട്ടുള്ളത് ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണാത്മകമായ ഫെഡറലിസം, അത് കറക്റ്റാണ്, കോപ്പറേറ്റീവ് ഫെഡറലിസം. ദെൻ ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക് ആൻഡ് ഇനിഷ്യേറ്റീവ്, ദീർഘകാല പോളിസികൾ, ഇന്നൊവേഷൻ, അതൊക്കെ. ദെൻ ടു ക്രിയേറ്റ് എ നോളജ്, ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർ സപ്പോർട്ട് സിസ്റ്റം, അതൊക്കെ കറക്റ്റാണ്. 20ാമത്തത്, ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, എ പ്രൊഡക്റ്റ് മാനുഫാക്ചറർ ഷാൾ ബി ലയബിൾ ഇൻ എ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ഇഫ്. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉൽപ്പന്ന നിർമ്മാതാവ് എപ്പോഴാണ് ഉത്തരവാദിയാകുന്നത്, അല്ലേ? ഷാൾ ബി ലയബിൾ ഇൻ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ എപ്പോഴാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ പ്രൊഡക്റ്റ് കണ്ടെയ്ൻസ് എ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്, ദ പ്രൊഡക്റ്റ് ഈസ് ഡിഫക്റ്റീവ് ഇൻ ഡിസൈൻ, there is a deviation from manufacturing specification, the product does not conform to the express warranty. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, എല്ലാമാണ്. അതായത് പുതിയ നിയമപ്രകാരം എപ്പോഴൊക്കെയാണ് നിർമ്മാതാവ് ബാധ്യസ്ഥനാവുന്ന, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറർ ബാധ്യസ്ഥനാവുന്നത് എപ്പോഴാണ്? നിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവ്, അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ദെൻ ഡിസൈനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, സ്പെസിഫിക്കേഷനിൽ അതായത് ആ ഗുണനിലവാരത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, അതുമാത്രമല്ല വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കാത്തത്, എന്തെങ്കിലും വാറണ്ടി അങ്ങനെയൊക്കെയുള്ള വാറണ്ടിയൊന്നും പാലിക്കാത്തത്, ഇതിനൊക്കെ എന്താണ്
അദ്ദേഹം ഉത്തരവാദിയാകുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 037/2023 16ാമത്തെ ചോദ്യം മുതൽ നോക്കാം. 16 മുതൽ 20 വരെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. നോക്കാം. The total expenditure of Government of India on revenue and capital accounts, net revenue receipts, recovery of loans and other receipts is. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? അതായത് റവന്യൂ, ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവ് ഇവയിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവിൽ നിന്നും, അതായത് റവന്യൂ ക്യാപിറ്റൽ രണ്ട് എക്സ്പെൻഡിച്ചറിൽ കടമല്ലാത്ത വരുമാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ഓപ്ഷൻ ബി ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയും. ധനക്കമ്മി എന്താണ്? ധനക്കമ്മി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മൊത്തം ചെലവിൽ നിന്നും റവന്യൂ വരുമാനവും മറ്റ് കടമല്ലാത്ത വരുമാനങ്ങൾ, അതായത് ലോൺ തിരിച്ചടവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കടമല്ലാത്ത വരുമാനങ്ങളും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് ആ വർഷം സർക്കാർ എത്ര തുക കടം എടുക്കേണ്ടി വരും എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നോക്കി, ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് റവന്യൂ റെസീവ്സ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, പിന്നെയോ നെറ്റ് റവന്യൂ റെസീവ്സ്, റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അതർ റെസീപ്റ്റ്സ് ഈസ് കോൾഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നു. ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും പലിശ തിരിച്ചടവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. അടുത്തത് കൺസ്ട്രക്ഷൻ ഈസ് പാർട്ട് ഓഫ്, നിർമ്മാണ പ്രവർത്തനം ഏത് മേഖലയുടെ ഭാഗമാണ്? സെക്കൻഡറി സെക്ടറാണ്. ഓപ്ഷൻ ബി അല്ലേ, രണ്ടാം മേഖല സെക്കൻഡറി. പ്രൈമറിയിൽ ഏതൊക്കെ വരിക? കൃഷി, ഖനനം, അങ്ങനെ പ്രകൃതിദത്ത വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറിയിൽ കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ് ആണ്. തേർഡിൽ സർവീസ്, നമ്മുടെ ബാങ്കിങ്, പിന്നെന്താണ് എഡ്യൂക്കേഷൻ, അതൊക്കെയാണ് തേർഡിൽ വരുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? Transfer payments are part of personal income. Disposable income includes direct tax payment. NNP at FC include indirect tax payment. ശരിയായിട്ടുള്ളത് ഏതാണ്? ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ. ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ അല്ലേ. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ പെൻഷൻ പോലുള്ളതൊക്കെ വ്യക്തികളുടെ കൈവശം എത്തുന്നതിന് അതിന് എന്താ നമ്മൾ പറയുക? പേഴ്സണൽ ഇൻകത്തിൻ്റെ ഭാഗമാണല്ലോ അത്. അത് പേഴ്സണൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ്. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വ്യക്തിപരമായ നികുതി അടച്ചതിന് ശേഷം കയ്യിൽ ബാക്കി വരുന്ന തുകയാണ്. അതിനാൽ നികുതി അതിൽ ഉൾപ്പെടില്ല കേട്ടോ. അതാണ് ഡിസ്പോസിബിൾ. ദെൻ NNP-FCയുടെ കാര്യം എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നു. NNP-FCയിലുണ്ടോ? ഇൻഡയറക്റ്റ് ടാക്സ് ഉൾപ്പെടില്ല. MP അതായത് മാർക്കറ്റ് പ്രൈസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നികുതി ഉണ്ടാവുള്ളൂ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ഓഫ് GDP ഇൻ ഇന്ത്യ ഈസ് ഓർ ആർ കറക്റ്റ്? ഇന്ത്യയിലെ GDPയുടെ വിവിധ മേഖലകളിൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ, സംഭാവനയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് സെക്കൻഡറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, 1ഉം 2ഉം. നോക്കി, 1ൽ എന്താണ് പറയുന്നത്? നമ്മുടെ പ്രൈമറി സെക്ടറായ കൃഷിയെ പറ്റിയിട്ട്, കൃഷിയുടെ വിഹിതം എങ്ങനെയാണ് കാലക്രമേണ കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം 18-20 എന്ന നിലയിൽ താഴ്ന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റാണ്. ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഏതാ? വ്യവസായം. അതും മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതീക്ഷിച്ചത് വളർച്ചയൊന്നും വന്നിട്ടില്ല. അതും ഏകദേശം കുറയുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത് പറയുന്നത് സർവീസ് സെക്ടറും ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ ഇന്ത്യയിൽ സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖലയിലെ വിഹിതം കുറയുകയല്ല, അത് മറിച്ച് എന്താ ചെയ്യുക? വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ഫോർ RBI ടു റെഡ്യൂസ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി? വിപണിയിലെ പണലഭ്യത അല്ലെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കാൻ RBI
സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, റെഡ്യൂസ് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇൻക്രീസ് റിസർവ് റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? ഇൻക്രീസ് റിപ്പോ റേറ്റ്, ഇൻക്രീസ് റിസർവ് റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റെഡ്യൂസ് റിപ്പോ റേറ്റ്, റെഡ്യൂസ് ബാങ്ക് റേറ്റ് ആൻഡ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഓഫ് ബോണ്ട്. ഏതാ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 2, അതായത് പണലഭ്യത അല്ലെങ്കിൽ മണി സപ്ലൈ ഇക്കണോമിയിൽ കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ വരണമെങ്കിൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണം നമ്മൾ എന്ത് ചെയ്യണം? RBI കുറയ്ക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് റിപ്പോ റേറ്റ് കൂട്ടുന്നു. പലിശ കൂടുമ്പോൾ ബാങ്കുകൾ RBIയിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറയും അല്ലേ? അപ്പം അങ്ങനെ റിപ്പോ റേറ്റ് കൂട്ടും. പിന്നെയോ റിസർവ് റേഷ്യോയും ഇൻക്രീസ് ചെയ്യും. അതായത് CRR, SLR പോലുള്ള ബാങ്കുകൾ നിർബന്ധമായും സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും, അതെന്ത് ചെയ്യും? അതും ഇൻക്രീസ് ചെയ്യും. ദെൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട്, ബോണ്ടുകൾ എന്ത് ചെയ്യും? RBI വിപണിയിൽ വിൽക്കും. അപ്പോഴും പണം എവിടേക്ക് ചെല്ലും? RBIയിലേക്ക് വരും. അങ്ങനെ മണി സപ്ലൈ RBIക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് 047/2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 16ാമത്തെ ചോദ്യമാണ്. In the budget of 2022-23, which of the following is a transformative approach for economic growth and sustainable development, which is driven by 7 engines, namely road, railway, airport, port, mass transport, waterway and logistic infrastructure? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെ 7 എഞ്ചിനുകളുണ്ടല്ലോ, അതിലേക്ക് നയിക്കപ്പെടുന്ന 2022-23 ബജറ്റിലെ പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പദ്ധതി? ഓപ്ഷൻ എ PM ഗതിശക്തിയാണ് കേട്ടോ. PM ഗതിശക്തി. എന്താണ് PM ഗതിശക്തി എന്ന് പറയുന്നത്? ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാനും വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കാനും കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് PM ഗതിശക്തി എന്ന് പറയുന്നത്. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം, മാസ് ട്രാൻസ്പോർട്ട്, ജലപാത, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയെല്ലാം ചേർന്ന 7 എഞ്ചിന്. ഓക്കെ, അതേതാണ്? PM ഗതിശക്തിയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കണം. PM ഗരീബ് കല്യാൺ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ദരിദ്രർക്ക് ഭക്ഷണം നൽകാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് കേട്ടോ. ദെൻ PM കിസാൻ സമ്മാൻ എന്ന് പറയുന്ന കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നൽകുന്ന പദ്ധതിയായിരുന്നു. ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. Which of the following is growth achieved by the Indian economy in the 11th plan period? എന്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച ശരാശരി വളർച്ച എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ആൻ ആവറേജ് ഓഫ് 7.9% ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ശരാശരി 7.9%. അത് 11ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 9% വളർച്ചയായിരുന്നു. പക്ഷേ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം, അതായത് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കാരണം ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ അത് ബാധിച്ചു. അങ്ങനെയാണ് എത്രയായത്? ഒരു ആവറേജ് 7.9, ഏകദേശം 8% ഒക്കെ ആയിരുന്നു കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ആർ കറക്റ്റ് അബൌട്ട് RBI? RBIയുടെ ഫങ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി വൈൽ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്, മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ സിസ്റ്റം, പ്രൊട്ടക്ട് ഡിപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ബാങ്കിങ് സർവീസസ് ടു ദ പബ്ലിക്. Then, to facilitate external trade and payment and promote orderly development and maintenance of foreign exchange market in India. എന്താണ്? RBIയുടെ ഫങ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? RBIയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 1, 2, 3 ശരിയാണ് അല്ലേ? വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുക, അത് RBIയുടെ ഒരു പ്രധാന ധർമ്മമാണ്. പിന്നെ രണ്ടാമത് എന്താ പറയുന്നത്? ബാങ്കിങ് സംവിധാനത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കണം അല്ലേ? നിക്ഷേപകരുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കണം, അതും കറക്റ്റാണ്. മൂന്നാമത് വിദേശ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടിയിട്ട് വിദേശ നാണ്യ വിപണി, ഫോറക്സ് മാർക്കറ്റ്, അത് നിയന്ത്രിക്കുകയൊക്കെ എന്താണ്? RBI അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത ചോദ്യം. The Inter-Ministerial Coordination Committee on the Multi-Dimensional Poverty Index constituted under Niti Aayog. Which of the following ministries and departments are included in the committee?
അതായത് നീതി ആയോഗിന് കീഴിലുള്ള മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മന്ത്രാലയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണെന്ന് നോക്കി. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, അത് രണ്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിന് പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ 12 മന്ത്രാലയങ്ങളും ഇതിൽ അംഗങ്ങളാണ് കേട്ടോ. എന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കേട്ടോ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മന്ത്രാലയത്തിൽ വരുന്നതാണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും. അടുത്ത ചോദ്യം. The Nobel Prize for Economics 2022 was awarded to 3 American economists for their research on. അല്ലേ, നമ്മൾ കണ്ടല്ലേ നോബൽ പ്രൈസ് ഇതിനു മുമ്പും. ഇതെന്നാണ്? ഇത് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയ 3 അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. അവർ ഏത് മേഖലയിലാണ് അവർക്ക് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഓപ്ഷൻ ബി ആണ്. ഫോർ റിസർച്ച് ഓൺ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്. 3 പേർക്കായിരുന്നു. ആരൊക്കെയായിരുന്നു? ഫിലിപ്പ്, പിന്നെ ഒരു ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ടും ബെന്നസ് ബെർണാൻകെ. ഇത് എന്തായാലും ഏറ്റവും പുതിയത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ടോ. അപ്പോൾ ഇത് 2002 കാര്യമാണ്. അതിൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്കാണ് അവർക്ക് ഇത് ലഭിച്ചത് കേട്ടോ. 2020 ഓപ്ഷൻ തിയറിയാണ് നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. ഓക്കെ. 038/2024 ചോദ്യങ്ങൾ. ഫൈൻഡ് ഔട്ട് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. മോണിറ്ററി പോളിസി അഥവാ ധനനയം അല്ലെ, ഇന്ത്യയിലെ ധനനയത്തിൻ്റെ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതൊക്കെയാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസിങ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ടാക്സേഷൻ പോളിസി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3 ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് RBI അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണലഭ്യത നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ആ മാർഗ്ഗത്തെയാണ് നമ്മൾ മോണിറ്ററി പോളിസി ടൂൾസ് അല്ലേ, ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ MSF റേറ്റ് അഥവാ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ RBI നൽകുന്ന വായ്പാ നിരക്കാണ്. ഓക്കെ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം സ്വർണ്ണമായോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റികളായോ സൂക്ഷിക്കണം. അത് ഒരു മോണിറ്ററി ടൂളാണ്. ഇനി ബാക്കി 2 ഓപ്ഷൻ നോക്കി എന്തൊക്കെയാണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും ടാക്സേഷൻ പോളിസിയും. ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും ടാക്സേഷൻ പോളിസി സർക്കാരിൻ്റെ ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്, അല്ലാതെ RBIയുടെ മോണിറ്ററി പോളിസിയുടേതല്ല. ഓക്കെ. അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ്. ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയമാണ്. അതായത് സർക്കാർ ചിലവ് കുറയ്ക്കുക, ലോവർ സ്പെൻഡിങ്, അതുവഴി വിപണിയിലേക്ക് എത്തുന്ന പണം എന്ത് ചെയ്യും? കുറയും. പിന്നെ ടാക്സ് കൂട്ടുക, ജനങ്ങളുടെ കയ്യിലുള്ള ചിലവാക്കാനുള്ള വരുമാനം കുറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നികുതി കൂട്ടുന്നത്. അപ്പോൾ ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സ്, അതാണ് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇൻഫ്ലേഷനുള്ള സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാനാണ് ഈ നയം സ്വീകരിക്കുന്നത്. അടുത്തത് GDPFC എങ്ങനെ കണ്ടുപിടിക്കും? GDPMPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി അല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, which 5-year plan did the government introduce Insurance Regulatory Authority in India? ഏത് 5-year പ്ലാനിലാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി? ഏതിലാണ്? 9th 5-year പ്ലാനിലാണ് കേട്ടോ. 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDA ആക്ട് നിലവിൽ വന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി, അതായത് 97 മുതൽ 2002 വരെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു കേട്ടോ. അത് മൽഹോത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, IRDA ഏതാണ്? 9th 5-year പ്ലാൻ. Which of the following union ministry launched e-Shram portal for creating a centralized database of all unorganized workers? അല്ലേ, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ ഡാറ്റാബേസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് e-Shram എന്ന പോർട്ടൽ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. 2021 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്. അതിൽ ആരൊക്കെയായിരുന്നു? നിർമ്മാണ തൊഴിലാളി, കച്ചവടക്കാർ, ഗാർഹിക തൊഴിലാളി അല്ലേ, അങ്ങനെയുള്ള എല്ലാ അസംഘടിത മേഖലയിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി 47/2024 ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ജി എസ് ടി ആയിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാമല്ലോ. ദ GST കൗൺസിൽ കംപ്രൈസസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്. ദെൻ ദ കേൽക്കട്ട് ടാസ്ക് force on indirect taxes first proposed the idea of a nationwide GST in India. The GST council is chaired by Prime Minister of India. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം തെറ്റാണ്. എന്തുകൊണ്ടാണ് 1ഉം 3ഉം തെറ്റ്? GST കൗൺസിലിൽ പ്രധാനമന്ത്രി അംഗമാണോ? അംഗമല്ല കേട്ടോ. GST കൗൺസിലിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി, അതായത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരും അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മന്ത്രിമാരുമാണ് ഇതിലെ അംഗങ്ങളായിട്ട് വരുന്നത്. പ്രധാനമന്ത്രി അംഗമല്ല. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. എന്തുകൊണ്ടാണ്? GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയല്ല. 2ാമത്തേത് ശരിയാണ്. അതായത് 2003 കേൽക്കർ ടാസ്ക് ഫോഴ്സാണ് ഇന്ത്യയിലൊരു ഏകീകൃത GST എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ മോണിറ്ററി പോളിസി ഓഫ് RBI? RBIയുടെ ധനനയം ആയിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 പ്രസ്താവന നോക്കാം. RBI shall publish the monetary policy report once in every 6 months. The governor of RBI is the ex officio chairperson of the Monetary Policy Committee. Monetary Policy Committee consists of 7 members. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ൽ എന്താ പറയുന്നത്? 6 മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യണം? മോണിറ്ററി പോളിസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം അല്ലേ. അതായത് ഉറവിടങ്ങളെപ്പറ്റി, പണപ്പെരുപ്പത്തിൻ്റെയൊക്കെ ഉറവിടങ്ങളെക്കുറിച്ചും വരും മാസങ്ങളിലെ പ്രവചനങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ മോണിറ്ററി പോളിസി റിപ്പോർട്ട്. അത് RBI പ്രസിദ്ധീകരിക്കണം 6 മാസത്തിലൊരിക്കൽ. 2ാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരാണ്? RBI ഗവർണറാണ്. അതും ശരിയാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ഉണ്ടെന്നാണ്. തെറ്റാണ്. എത്ര മെമ്പേഴ്സാണ്? 6 മെമ്പേഴ്സാണുള്ളത് കേട്ടോ. 3 പേര് RBIയിൽ നിന്നുള്ളവരും 3 പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വിദഗ്ധരുമായിരിക്കും. അടുത്ത ചോദ്യം. ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് ആർ. ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കി. ചേഞ്ചസ് ഇൻ ടാക്സസ് ആൻഡ് ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ദാറ്റ് ഒക്വർ വെൻ ദ ലെവൽ ഓഫ് ഇൻകം ചേഞ്ചസ്. അതായത് സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലുകൾ കൂടാതെ തന്നെ സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച്, ഇപ്പം ഇക്കണോമിയിലുണ്ടാകുന്ന മാന്ദ്യം അല്ലെങ്കിൽ വളർച്ച, അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നികുതി വരുമാനത്തിലും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകളിലും സ്വയമേ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ എന്ന് വിളിക്കുന്നത്. അതായത് വരുമാനം കൂടുമ്പോൾ നികുതി കൂടുകയും കുറയുമ്പോൾ ആ നികുതി കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അത് സമ്പദ് വ്യവസ്ഥയിലൊരു തുലനാവസ്ഥയിൽ നിർത്തുന്നു. അതിനെയാണ് ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലുകൾ കൂടാതെ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നികുതി വരുമാനത്തിലും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകളിലും സ്വയമേ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത്, അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം ദേശീയ വരുമാന കണക്കെടുപ്പ് അല്ലേ, അത് പ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എല്ലാം ശരിയാണ്. നമുക്ക് ഓരോ നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്? ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ GDP പ്ലസ് പ്രൈമറി ഇൻകം റിസീവബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് എന്താ പറയുന്നത്? ഗ്രോസ് നാഷണൽ ഇൻകം GNP അല്ലേ, GNP എന്ന് പറയും, GNI, അതായത് GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുകയും, അതായത് വിദേശത്തു നിന്നുള്ള വരുമാനം കൂട്ടുകയും വിദേശത്തേക്ക് നൽകുന്ന വരുമാനം പേയബിൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അത് കറക്റ്റാണ്. ദെൻ
ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറൻറ്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറൻറ്റ് ട്രാൻസ്ഫർ പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ലഭിക്കാൻ എന്ത് ചെയ്യണം? ഗ്രോസ് നാഷണൽ ഇൻകത്തോട് വിദേശത്ത് നിന്നുള്ള കറൻറ്റ് ട്രാൻസ്ഫർ കൂടി കൂട്ടണം. അതും ശരിയാണ്. ദെൻ ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ഗ്രോസ് സേവിങ്സ് ആൻഡ് ഫൈനൽ കൺസംഷൻ. ഒന്നെങ്കിൽ അത് ഫൈനൽ കൺസംഷന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിലോ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു. അതും കറക്റ്റാണ്. 20ാമത്തെ ചോദ്യം. As per the revised estimate, the fiscal deficit of the Union government for the fiscal year 2023-24 റിവൈസ്ഡ് പുതിയ കണക്ക് പ്രകാരം 2023-24 ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 5.8 ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 71/2024 16ാമത്തെ ചോദ്യം നോക്കാം. Which one of the following was the main theme of India's 12th 5-year plan? 2012-17 12ാമത്തെ 5-year പ്ലാനിൻ്റെ മെയിൻ തീം എന്തായിരുന്നു? ഓപ്ഷൻ ബി, ഫാസ്റ്റ്, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു കേട്ടോ. 17. Which of the following statement is or are correct about RBI? RBI ആയിട്ട് ഓക്കെ, അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 18ാമത്തേലേക്ക് നമുക്ക് പോകാം. Which of the following taxes will be levied on imports under GST? ഇമ്പോർട്ട്സ്, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതി ഏതാണ്? IGST ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഇൻ്റഗ്രേറ്റഡ് GST ആണ്. IGST. ദെൻ അടുത്ത ചോദ്യം. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈക്വൽ ടു. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? എന്താണ്? ഒരു ഓപ്ഷനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കിയേ, റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അതായത് റവന്യൂ കമ്മിയിൽ നിന്നും ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ്, കെട്ടിടം അങ്ങനെയുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ റവന്യൂ കമ്മിയിൽ നിന്നും ആസ്തികൾ നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഈ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അടുത്തത്, ദ റിപ്പോർട്ട് ടൈറ്റിൽഡ് The Indian Economy, a Review is an alternative of Economic Survey 2024 is authored by. The Indian Economy, a Review എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ സി, വി അനന്ത നാഗേശ്വരനാണ് കേട്ടോ. വി അനന്ത നാഗേശ്വരൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 056/2025 16ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്നറിയപ്പെടുന്ന ആശയം ഏതാണ്? ഓപ്ഷൻ സി, NNPFC ആണ് കേട്ടോ. NNPFC ആണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. GDP എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിനകത്തെ ഉൽപ്പാദനത്തെ മാത്രമാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. NNPFC എന്ന് പറയുമ്പോൾ ഘടക ചെലവിലുള്ള ദേശീയ ഉൽപ്പന്നം, അതാണ് NNPFC. വിപണി വിലയിൽ നിന്നും പരോക്ഷ നികുതികൾ കുറച്ച് സബ്സിഡി കൂട്ടിയുമാണ് അത് ചെയ്യുന്നത്. NNP എപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തത്, വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിങ് ഗരീബി ഹട്ടാവോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഏതാണ്? 5th 5-year പ്ലാൻ അല്ലേ? 5th 5-year പ്ലാനാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1974-78 കാലഘട്ടങ്ങളിലായിരുന്നു ഗരീബി ഹട്ടാവോ. Which of the following statement is true about the composition of നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ ഘടനയെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. The Prime Minister of India is the chairman of Niti Aayog. Niti Aayog has a fixed 5-year tenure like the Planning Commission. The governing body of Niti Aayog includes the Chief Minister of all state. Niti Aayog is an autonomous constitutional body. ഇതിൽ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് ശരിയാണ്. മൂന്നാമത് എന്താണ് പറയുന്നത്? ഗവേണിംഗ് ബോഡിയിൽ എല്ലാ സ്റ്റേറ്റിൻ്റെയും ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ടാവണം. അതും ശരിയാണ്. ഇനി തെറ്റായത് നോക്കി. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? നീതി ആയോഗിന് നിശ്ചിത 5 വർഷ കാലാവധി ഉണ്ടോ? ഇല്ല. അത് തുടർച്ചയായൊരു പ്രക്രിയയാണ്. നിശ്ചിതമായിട്ടൊരു ഇത്ര കാലാവധി എന്ന് പറയുന്നില്ല. പിന്നെ ഇത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ
ബോഡിയാണ് കേട്ടോ, ഭരണഘടനാ സ്ഥാപനമല്ല ഇത്. ഓക്കെ, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആണ്. നമുക്ക് നോക്കാം. ടാക്സ് റവന്യൂ ഈസ് കളക്റ്റഡ് ബൈ ഇമ്പോസിങ് കമ്പൽസറി ലെവി വൈൽ നോൺ ടാക്സ് റവന്യൂ കം ഫ്രം ഗവൺമെൻറ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ടാക്സ് വരുമാനം എന്ന് പറയുമ്പോൾ അവിടെ സർക്കാർ നിയമപരമായിട്ട് അല്ലേ കമ്പൽസറി ആയിട്ടുള്ള ഒരു ഒന്നാണ്. പക്ഷേ നോൺ ടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫീസ് അല്ലെങ്കിൽ പെനാൽറ്റി അങ്ങനെ കിട്ടുന്നതാണ് ഇത് നോൺ ടാക്സ് എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിഫറൻഷ്യേറ്റ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് അതായത് റവന്യൂ കമ്മിയും ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ റെസിപ്റ്റ്സ് ആർ ലെസ് ദാൻ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ, whereas fiscal deficit represents the excess of total expenditure over total revenue excluding borrowing. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിൻ്റെ നിത്യ ഇതിനെയാണ് അല്ലേ, ശമ്പളം, പലിശ അങ്ങനെയുള്ള വരുമാനത്തേക്കാൾ ചിലവ് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ്. ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്ന് പറയുന്നതോ സർക്കാരിൻ്റെ ആകെ ചെലവിൽ നിന്നും കടമല്ലാത്ത വരുമാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ്. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് റെപ്രസെൻറ്റ് ദ എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 72/2025. ഇങ്ങനെ 13 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇതും കൂടിയുള്ളൂ. നോക്കാം. 16ാമത്തെ എന്താണ്? ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുകയും എന്നാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ്? വൈഡനിങ് ഇൻകം ഇൻഇക്വാളിറ്റിയാണ് കേട്ടോ, ഇൻഇക്വാളിറ്റിയാണ്. ഒരു രാജ്യത്ത് ആകെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കുന്നത്. എന്നാൽ ഈ വർദ്ധിച്ച വരുമാനം എല്ലാവരിലേക്കും തുല്യമായി എത്തുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവിടെ അസമത്വം അഥവാ ഇൻഇക്വാളിറ്റി വർദ്ധിക്കുന്നത്. വൈഡനിങ് ഇൻകം ഇൻഇക്വാളിറ്റി. ഓക്കെ, അടുത്തത്, ദ RBI ഡിസിഷൻ ടു റെഡ്യൂസ് CRR പ്രൈമർലി എയിംസ് അറ്റ്. RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കാനുള്ള തീരുമാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലിക്വിഡിറ്റി കൂട്ടുക അല്ലേ, ഇൻക്രീസിങ് ലിക്വിഡിറ്റി. വാണിജ്യ ബാങ്കുകളുടെ തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBI സൂക്ഷിക്കണം. അതിനെയാണ് CRR എന്ന് പറയുന്നത്. അത് കുറയ്ക്കുമ്പോൾ, ആ നിരക്ക് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കുകൾക്ക് കൈവശം വയ്ക്കാവുന്ന പണത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ അവിടെ ലിക്വിഡിറ്റി അഥവാ പണലഭ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സൈമുൾട്ടേനിയസ് റൈസ് ഇൻ GDP ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് സജസ്റ്റ്. GDPയും ഫിസിക്കൽ ഡെഫിസിറ്റും ഒരേ സമയം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ്? ഗവൺമെൻറ് ഈസ് ഫോളോയിങ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി. നമ്മൾ കോൺട്രാക്ഷണറി കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടല്ലേ. ഇതെന്താണ്? എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ്. അതായത് സർക്കാർ നികുതി കുറയ്ക്കുകയും പിന്നെ ബാക്കി ഈ പൊതുമരാമത്ത് പണികൾക്കും മറ്റുമായിട്ട് കൂടുതൽ പണം ചെലവാക്കുകയും ചെയ്യുന്നതിനെയാണ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഉൽപ്പാദനം വർദ്ധിക്കുന്നത് വഴി GDP കൂടുകയും ചെലവ് കൂടുന്നത് കൊണ്ട് ധനകമ്മിയും കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ GDPയും ധനക്കമ്മിയും ഒരേപോലെ വർദ്ധിക്കുന്നത് എപ്പോഴാണ്? എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി, അതായത് നികുതി കുറയ്ക്കുകയും പക്ഷേ ബാക്കിയുള്ള പണികൾ പൊതുമരാമത്ത് പോലുള്ള പണികൾക്ക് മറ്റുമായിട്ട് കൂടുതൽ പണം ചെലവാക്കുകയും ചെയ്യുമ്പോൾ വരുന്നതാണ്. അടുത്തത് എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മെഷർ ടു ഇവാലുവേറ്റ് ദ വെൽഫെയർ ഇമ്പാക്റ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയുടെ അല്ലേ വെൽഫെയർ അത് വിലയിരുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാനദണ്ഡം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്.
ഈ HDI എന്ന് വെച്ചാൽ എന്താണ്? അവിടെ വരുമാനം മാത്രമല്ല, വരുമാനത്തോടൊപ്പം ആരോഗ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി എന്നിവ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. 20ാമത്തെ ചോദ്യം നോക്കാം. അസേർഷനും റീസണുമാണ്. നീതി ആയോഗ് എംഫസിസ് ബോട്ടം അപ്പ് പ്ലാനിങ്. ദെൻ റീസൺ എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സ്റ്റേറ്റ്സ്. ഇതിൽ അസേർഷൻ റീസൺ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ, ബോട്ടം അപ്പ് പ്ലാനിങ് ആണ്, അസേർഷൻ ശരിയാണ്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സ്റ്റേറ്റ്. പ്ലാനിംഗ് കമ്മീഷന് ഫണ്ട് അനുവദിക്കാൻ അധികാരം ഉണ്ടായിരുന്നു, പക്ഷേ നീതി ആയോഗിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഫണ്ട് അനുവദിക്കാനുള്ള അധികാരമില്ല. ഇതൊരു ഭരണഘടനാ സ്ഥാപനവുമല്ല. ഓക്കെ, അതുകൊണ്ട് ആ ഫണ്ട് അനുവദിക്കാനുള്ള അധികാരവും ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ഒരു ബോട്ടം അപ്പ് പ്ലാനിംഗ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിക്കഴിഞ്ഞു. ഈ ക്ലാസ് കണ്ട് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമ്മുടെ NNPFC, GDPFC, പിന്നെ നീതി ആയോഗ്, 5 ഇയർ പ്ലാൻ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. പിന്നെ ഇപ്പം നമ്മൾ കണ്ട പോലെ കൂടുതലായിട്ട് ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് കാര്യങ്ങൾ നോക്കണം. പിന്നെ എക്സ്പെൻഡിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.